ഗുഡ് മോർണിംഗ് അല്ലഫി. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. 1674 ദിവസത്തിലേക്ക് സ്വാഗതം. എസ്കേപ്പിസം ഒരു രസകരമായ ഒരു സംഭവമാണ്. ചില ആളുകൾ പറയും, എനിക്ക് അതിൽ വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല, ഇപ്പൊ പ്രായമായില്ലേ, അല്ലെങ്കിൽ കുട്ടികൾ അത്ര വയസ്സായില്ല, ഇത്ര വയസ്സായില്ല, അങ്ങനെയായില്ല, ഇങ്ങനെയല്ലേ, ഇനി അവരെ കൊണ്ട് പറ്റുന്നതാവട്ടെ, അവരെ കൊണ്ട് ആവുന്നതാവട്ടെ എന്നുള്ളത് ശരിയാണ്. സമൂഹത്തിനോട് എനിക്ക് അത്ര ഉത്തരവാദിത്വമൊന്നും കാണിക്കാൻ സാധിക്കില്ല. ഇപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതും കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതും ഒക്കെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ പോലും പരസ്പരം തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതും തൊട്ട് അടുത്ത അയൽവാസിയിൽ നിന്ന് അയൽവാസി എസ്കേപ്പ് ചെയ്യുന്നതും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ നിന്ന് കുടുംബ അംഗങ്ങൾ, ചെറിയവരോ വലിയവരോ മുതിർന്നവരോ ഉത്തരവാദിത്തമുള്ളവരോ, അങ്ങനെ പലരും എസ്കേപ്പ് ചെയ്യുന്നതും സൊസൈറ്റിയോട് എനിക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല, കടപ്പാടുകളൊന്നുമില്ല എന്ന് വിചാരിച്ച് സൊസൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ലൈഫിൽ എവിടെ നോക്കിയാലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൽ ഒന്നുകിൽ മടി കാണിക്കുക, അല്ലെങ്കിൽ അവഗണന കാണിക്കുക, അതല്ലെങ്കിൽ കണ്ണടച്ചിട്ട് കാണാത്തതുപോലെ കാണിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് ഉള്ള ഒരു രീതി. ഇങ്ങനെ അതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിൽ ജീവിക്കുന്ന അവസ്ഥ. ഈ രൂപത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് സോഷ്യൽ ഡെവലപ്മെന്റിന്, അല്ലെങ്കിൽ ഫാമിലി ഡെവലപ്മെന്റിന്, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റിന് പോലും ഒരാൾക്ക് വേണ്ടി എന്ത് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ഷനാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക മാക്സിമം. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തൻ്റെ ചുറ്റുപാടിനോട് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന, തൻ്റെ പ്രകൃതിയോട് ഉത്തരവാദിത്തം എനിക്കില്ല എന്ന് പറയുന്ന, തൻ്റെ നാട്ടിലെ ജന്തുക്കളോടും ജീവികളോടും കാടിനോടും മണ്ണിനോടും വെണ്ണിനോടും ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നിടത്തേക്ക് ആളുകൾ പോകുന്നത് നമ്മൾ ചുറ്റുപാടും കാണാറുണ്ട്. കണ്ടിട്ട് കാണാത്തതുപോലെ ജീവിക്കുന്ന ആളുകൾ. നമ്മളിങ്ങനെ പറയും പഴയപ്പോഴും, എങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നത്? സി പീപ്പിൾ ആർ ദർ. ഇറസ്പോൺസിബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റുമായിരിക്കും, പറ്റണമെന്നില്ല. അവര് ഒരു ടൈപ്പ് സൊസൈറ്റിയിൽ അങ്ങനത്തെ ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന വിഷയം, മറ്റുള്ള ആളുകളുടെ ഉയർച്ചയിൽ നമ്മളുടെ ഉയർച്ചക്ക് കാണിക്കുന്ന അതേ ആവേശവും ശുഷ്കാന്തിയും ഏറ്റവും ചുരുങ്ങിയത് വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ മാനസികമായി ശക്തി പകരുന്നതിലോ, മാനസികമായി ശക്തി മറ്റുള്ളവരുടെ ചോർത്തിക്കളയാതിരിക്കുന്നതിലോ നമ്മൾ കാണിക്കുന്നത് ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു, റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിലക്കും റെസ്പോൺസിബിൾ ആവാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് എങ്കിൽ അവിടെയാണ് ഈ തരത്തിലുള്ള എസ്കേപ്പിസം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെയും വിഷയം ഇത് തന്നെയാണ്. എസ്കേപ്പിസം എന്ന് പറയുന്ന ഈ സംഭവം, അതായത് എനിക്ക് ഇനിയിപ്പം മാറാനൊന്നും കഴിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു തലം, ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരവസ്ഥ, ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അയാളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള അഭാവമാണ്. അപ്പൊ നമ്മൾ പറയുമോ അയാൾ തന്നെത്താൻ എസ്കേപ്പ് ചെയ്യുന്നതന്നെയാണ്. നമ്മൾ പറയുമോ പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി ചെയ്യൂല, പുള്ളി വളരെ കൂളായിട്ട് എസ്കേപ്പ് ചെയ്തു. അങ്ങനെ എസ്കേപ്പ് ചെയ്യുന്ന ആളുകളും ധാരാളമുണ്ട്. അപ്പൊ ഇവർ ഏതൊക്കെ ഏരിയകളിലാണ് പൊതുവെ എസ്കേപ്പ് ചെയ്യുക? ഈ എസ്കേപ്പിസം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്
നിരന്തരമായ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒളിച്ചോട്ടം നടത്തുന്നത്. ഇത് മറ്റൊരാൾക്ക് എന്തൊക്കെ പകരാൻ ഒരാൾക്ക് സാധിക്കുമോ അതിൽ നിന്ന് അയാൾ ഇല്ലാതാവുക. അപ്പൊ ആക്ച്വലി ഇയാളുടെ ഫൈനൽ എൻഡ് അല്ലെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ആളുകളുടെ എൻഡ് റിസൾട്ട് നമ്മളൊന്ന് വെറുതെ നോക്കുകയാണെങ്കിൽ അവരുടെ എൻഡ് റിസൾട്ട് നോക്കേണ്ട ആളുകളല്ല നമ്മൾ. പക്ഷെ ഒരു പരിണിതിയോ പരിസമാപ്തിയോ എന്നതിനപ്പുറത്ത് ആ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി ലൈഫ് ഒറ്റപ്പെട്ട് പോകുന്നത് കാണാൻ സാധിക്കും. പണ്ട് ഞാനൊരു പ്രൊഫസറുടെ സ്റ്റോറി പറഞ്ഞിരുന്നു. അതുപോലെ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടായ തൻ്റെ ആറ്റിറ്റ്യൂഡിനൽ നെഗറ്റീവ് കാരണം ജീവിതം അങ്ങനെ നെഗറ്റീവ് മെൻ്റൽ കംപ്ലീറ്റ് ആയിട്ട് വരികയും 19 വയസ്സായിട്ടും ഇപ്പോഴും പ്രൊഫസർ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ. കല്യാണം പോലും കഴിച്ചിട്ടില്ല. മാതാപിതാക്കളെ വീട്ടിൽ നിന്നൊക്കെ ഓടിച്ച് See, ആ ഒരു ലെവലിലേക്ക് തൻ്റെ ആറ്റിറ്റ്യൂഡ്, പക്ഷെ കോളേജിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ഒരു അതിനുള്ള കാരണം അതിന് ഒരുപാട് റീസൺസും അതിനൊരുപാട് ജസ്റ്റിഫിക്കേഷനും പുള്ളി നിരത്തി വെക്കുന്നുണ്ട്. ഇന്ന് സോഷ്യലി ഐസൊലേറ്റഡ് ആയി, ഫാമിലിയിലും ഐസൊലേറ്റഡ് ആയി, തൻ്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക് ഐസൊലേറ്റഡ് ആയി, ജീവിതത്തിൽ ഉയരാനോ വളരാനോ പോസിബിലിറ്റി ഇല്ലാത്ത വിധം ഒരു നോൺ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ സർക്കിൾ, സോഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ തനിക്ക് സ്വന്തമുള്ള ഇൻഫ്ലുവൻഷ്യൽ സർക്കിളിൽ നിന്നോ ആ സർക്കിളിനകത്ത് ആരും ഇല്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോകുന്ന, എന്നാൽ അവർക്ക് ഒറ്റപ്പെട്ടെന്ന് ഒരിക്കലും തോന്നൂല. അവർ പറയും ഇതാണ് സുഖം, ഒരാളെയും ശ്രദ്ധിക്കണം. ഇപ്പം ആൾക്കാർക്ക് എന്നോടൊന്നും ദേഷ്യമാണ്, വെറുപ്പാണ്, ആരും എന്നെ മൈൻഡ് ചെയ്യാറില്ല, ഇത് നല്ല സുഖമുള്ളൊരു ലൈഫാണ് എന്ന് പറയും അവർ. ഇതിനെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കോ എസ്കേപ്പിസം എന്നാണ് പറയാം. അപ്പം ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അവരങ്ങനെ ജീവിച്ച് അതിൽ സന്തുഷ്ടി കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തൻ്റെ സൊസൈറ്റിയോടോ തൻ്റെ ചുറ്റുപാടിലുള്ളവരോടോ അയൽവാസിയോടോ കുടുംബത്തിലുള്ളവരോടോ നമ്മൾ തന്നെ വളർത്തിയേ പറ്റൂ എന്നുള്ളവരോടോ ഉത്തരവാദിത്തം കാണിക്കുന്നിടത്ത് നിന്ന് ഓടി ഒളിക്കുന്ന ഈ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ ഒരു വിരലനക്കം, ഒരു മൂവ്മെന്റ്, അത് എങ്കിലും വളരെ വലിയ ഒരു സോഷ്യൽ സപ്പോർട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കിട്ടിയേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓറഞ്ച് ആപ്പിൾ ഫൗണ്ടേഷൻ ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ റഹീമ മാം ഇവരെല്ലാവരും കൂടി ടീം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ വസ്ത്രം വിതരണം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ മാസവും ഭക്ഷണം വിതരണം ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ആരംഭിച്ച കരുതലുമായി ചേർന്ന് ആരംഭിച്ച എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണപ്പൊതിയിൽ, റോഡിൻ്റെ തെരുവുകളിലുള്ള ഭക്ഷണപ്പൊതികൾ ഇപ്പോഴും നമ്മൾ ഓറഞ്ച് ആപ്പിളിൻ്റെ തന്നെ ഓൺ ബോക്സ് എറണാകുളം വൈറ്റിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ കാര്യങ്ങളും ഓരോ തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇത്ര ആൾക്ക് രാവിലെ 6:30 മണിക്ക് കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ നമുക്ക് ഓറഞ്ച് ആപ്പിൾ ഫൗണ്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊന്നും ചെയ്യാതിരിക്കാൻ ഓറഞ്ച് ആപ്പിളിന് ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്യാം, ഇതിലൊന്നും ഇടപെടാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഓറഞ്ച് ആപ്പിൾ ഫൗണ്ടേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള തോന്നലാണ് ആ സംഘത്തിൻ്റെ, അതിൽ ചുക്കാൻ പിടിക്കുന്ന ഓരോ ആളുകളുടെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുകളുടെയും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കണക്കുകളും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കുടുംബത്തിലെ ആളുകളുടെ വളർച്ചയിലോ അയൽവാസിയുടെ വളർച്ചയിലോ സമൂഹത്തിൻ്റെ വളർച്ചയിലോ ഉയർച്ചയിലോ പങ്കുവഹിക്കുക എന്നതിനപ്പുറം അവരുടെ തളർച്ചയിൽ പങ്കുവഹിക്കാതിരിക്കുകയോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുകയോ അത് കാണാതിരിക്കുകയോ കണ്ണടക്കുകയോ അവഗണിക്കുകയോ അവരെ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു ദുരന്തപൂർണമായ എസ്കേപ്പിസത്തിലേക്ക് നമ്മൾ പോവാതിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.